പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം മലയാളികളെ സംബന്ധിച്ച് വിശേഷങ്ങൾ എന്തും ആയിക്കോട്ടെ, അവിടെ സിനിമ എന്തുമാത്രം ഉണ്ട് എന്നാണ് നമ്മൾ പൊതുവേ നോക്കുന്നത്, പ്രത്യേകിച്ച് സിനിമാ പ്രേമികൾ. ഓണം പൊളിക്കുമല്ലേ? മലയാളികളുടെ ദേശീയാഘോഷമായ ഓണം നമ്മൾ പൊളിക്കാൻ വേണ്ടി ലാലേട്ടൻ ചിത്രം ഉണ്ടോ, അണിയറയിൽ ഒരുങ്ങുന്ന ചിത്രങ്ങൾ ഏതാണ് എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. 6ഓളം ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നതായിട്ടാണ് അറിയാൻ പറ്റുന്നത്. ലാലേട്ടൻ ചിത്രങ്ങളെല്ലാം കൺഫേമാണ്. ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ ജയിലർ 2 എന്നാണ്. രജനീകാന്ത്, മോഹൻലാൽ എല്ലാവരും കൂടെ ഒന്നിക്കുന്ന ചിത്രമാണ് ജയിലർ 1. അതിൻ്റെ ജയിലർ 2 ലാലേട്ടൻ ഒരു കാമിയായിട്ട് എത്തുന്നു. നമ്മളെ രസിപ്പിക്കാനും ത്രസിപ്പിക്കാനും ഒക്കെ ആയിട്ട് ലാലേട്ടൻ എത്തുമ്പോൾ ജൂണിലൊക്കെ ആയിരുന്നു ഇത് പറഞ്ഞു കേട്ടത്. പക്ഷേ ഇപ്പം കേൾക്കുന്ന വാർത്ത അനുസരിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്ക് ഈ ചിത്രം എത്തുമെന്നാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെ ലാലേട്ടൻ ചിത്രം നമ്പർ 1. മറ്റൊരു ചിത്രമാണ് ദുൽഖർ അഭിനയിക്കുന്ന ഐ ആം ഗെയിം എന്ന ചിത്രം. അതും ഓഗസ്റ്റ് മാസമാണ് റിലീഫ് തീയതി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ദുൽഖറിൻ്റെ ഐ ആം ഗെയിമും ഓണത്തിന് നമ്മുടെ മുമ്പിലുണ്ടാകും എന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. ലാലേട്ടൻ ചിത്രം നമ്പർ 2 ഖലീഫ. പൃഥ്വിരാജ് കുമാരൻ നായകനാകുന്ന ലാലേട്ടൻ കാമിയായിട്ട് എത്തുന്ന ചിത്രമാണ് ഖലീഫ. അധികം നാളായിട്ടൊന്നും ഇല്ല ലാലേട്ടൻ കാമിയായിട്ട് എത്തുന്നു എന്ന് കേട്ടിട്ട്. വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത്. അതും ഓണം റിലീഫായിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഖലീഫ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല. എന്നാലും അണിയറ പ്രവർത്തകർ പറയുന്നത് ഓണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഖലീഫയുടെ റിലീഫ് എന്നാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെ ലാലേട്ടൻ അഭിനയിക്കുന്ന 2ാമത്തെ ചിത്രവും അണിയറയിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. മറ്റൊരു ചിത്രമാണ് ബേദലഹേം കുടുംബ യൂണിറ്റ്. ബേദലഹേം കുടുംബ യൂണിറ്റ് അതിലെ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ നിവിൻ പോളിയാണ്. സർവമായ എന്ന ചിത്രത്തിൻ്റെ വൻ വിജയത്തിന് ശേഷം നിവിൻ പോളി അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് ബേദലഹേം കുടുംബ യൂണിറ്റ്. പേരിനൊരു പുതുമയൊക്കെ ഉണ്ടല്ലേ. ഇതിൻ്റെ സംവിധായകൻ ഗിരീഷ് ഷേഡി. അദ്ദേഹത്തിൻ്റെ തണ്ണീർമത്തൻ ദിനങ്ങൾ, അതുപോലെ സൂപ്പർ ശരണ്യ, പ്രേമലു, ഇതെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. അദ്ദേഹത്തിന് നിന്ന് മികച്ചൊരു ചിത്രം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ പ്രതീക്ഷകളൊന്നും അദ്ദേഹം കളഞ്ഞു കുളിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു മികച്ച ചിത്രം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മമിത ബൈജു ആണ് ഇതിനെ നായികയായിട്ട് വരുന്നത്. അങ്ങനെ ബേദലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രവും ഓണത്തിന് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു എന്നാണ് ആ സന്തോഷ വാർത്ത. ലാലേട്ടൻ ചിത്രം നമ്പർ 3. ലാലേട്ടൻ്റെ മകൾ നായികയാകുന്ന ചിത്രമാണ് തുടക്കം. തുടക്കം എന്ന ചിത്രം റിലീഫിന് ഡേറ്റ് നിശ്ചയിക്കുമ്പോൾ തന്നെ ഓണം റിലീഫായിട്ട് തന്നെയാണ് തുടക്കം അറിഞ്ഞത്. ഏതായാലും ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ പൂർത്തീകരിച്ചു എന്ന് തന്നെ അറിയുന്നു. ലാലേട്ടൻ പ്രധാനപ്പെട്ട റോളിൽ ഈ ചിത്രത്തിൽ ഉണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രവും ഓണത്തിന് നമ്മളെ ത്രസിപ്പിക്കാൻ വേണ്ടി രംഗത്തെത്തുന്നുണ്ട്. ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാലാണ് ഇതിൻ്റെ അകത്തെ നായിക. ലാലേട്ടൻ വരുന്നു. വേറെ എന്തൊക്കെ സർപ്രൈസുകൾ ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും തുടക്കം എന്ന ചിത്രവുമായിട്ട് ലാലേട്ടൻ ഓണത്തിന് 3ാമത്തെ ചിത്രമായിട്ട് എത്തുന്ന ഒരു സമയത്തെ ഈ ഓണം, വിഷു എന്നൊക്കെ പറയുന്ന ലാലേട്ടൻ ചിത്രങ്ങൾ 5ഉം 6ഉം ഒക്കെ കാണും. മമ്മൂട്ടി ചിത്രങ്ങളും കാണും. അതെനിക്ക് തോന്നുന്നു ഓണത്തിനൊക്കെ 10ഉം 25ഉം ചിത്രങ്ങളൊക്കെ റിലീഫാകുന്ന സമയമുണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി മാറി. എന്നാൽ ചിത്രങ്ങൾ തന്നെ ഈ വിശേഷ ദിവസങ്ങളുണ്ടാകാറുള്ളത്. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഒരു 3 മോഹൻലാൽ ചിത്രങ്ങൾ അടുപ്പിച്ച് തിയേറ്ററിലെത്തുക എന്ന് പറയുന്നത്, ഒരേ സമയത്ത് തിയേറ്ററിലെത്തുക എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ഈ ചിത്രങ്ങളിൽ ഏതൊക്കെ തിയേറ്ററിലെത്തും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം ചിത്രം റിലീഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റത്തുള്ളൂ.
എന്തും അങ്ങനെയാണല്ലേ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ലാലേട്ടനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഒരു ചിത്രം, വിശേഷ ദിവസങ്ങളിൽ ലാലേട്ടൻ്റെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ നമുക്ക് ആഘോഷമാക്കാം. 3 ചിത്രങ്ങളും കൂടെ വരികയാണെങ്കിൽ പൂടിപൂരമായിരിക്കും. കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.